Hi guys! ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ ഒരു 4-in-1 സ്ക്രബിന്റെ റെമഡി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ക്രബ് നമുക്ക് ആഴ്ചയിൽ ഒരു തവണ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മുടെ ഈ ഒരു സ്ക്രബ് നമുക്ക് ഡെയിലി യൂസ് ആക്കാം കേട്ടോ. സ്ക്രബ് മാത്രമായിട്ടല്ല, നമുക്ക് ഈ ഒരു സ്ക്രബ് ഉപയോഗിച്ചിട്ട് ഒരു സ്കിൻ വൈറ്റനിങ് ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ സ്കിൻ വൈറ്റനിങ് പാക്ക് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്കിൻ വൈറ്റനിങ് മസാജിങ് ജെല്ലായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. ജെല്ല് ക്രീം എന്നൊക്കെ കേട്ടിട്ടില്ല, ആ രീതിക്ക് നമുക്ക് മസാജ് ചെയ്യാനായിട്ടും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അങ്ങനെ 4-in-1 ആയിട്ടുള്ള ഈ ഒരു റെമഡിയാണ് നിങ്ങളായിട്ട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ സ്ക്രബായിട്ടും ഫേസ് വാഷ് ആയിട്ടും ഫേസ് പാക്ക് ഫേസ് ജെൽ ഈ 4 രീതിക്ക് നമുക്ക് ഈ ഒരൊറ്റ പൗഡർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഗൈസ്, നമുക്ക് ഈ ഒരു പൗഡർ എങ്ങനെ ഉണ്ടാക്കിയെടുത്തു എന്നുള്ള വീഡിയോ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഗൈസ്, നമുക്കിത് തയ്യാറാക്കാനായിട്ട് ആദ്യം ക്യാരറ്റാണ് ആവശ്യമുള്ളത്. അപ്പോൾ ക്യാരറ്റ് ഞാൻ 250 ഗ്രാമോളം ക്യാരറ്റ് എടുത്ത് അതിൻ്റെ തോല് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ആക്കി കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മിക്സി ബൗളിൽ എടുത്തിട്ട് അടിച്ച് പേസ്റ്റ് ആക്കി അതിൻ്റെ ജ്യൂസ് മാത്രമായിട്ട് കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ നമ്മളിത് പേസ്റ്റ് ആക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ഒരു 1/2 ഗ്ലാസ് അല്ലെങ്കിൽ ഒരു 1 ഗ്ലാസ് വെള്ളം നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതിൻ്റെ ആ ഒരു ഫസ്റ്റ് കിട്ടുന്ന ആ ഒരു ക്യാരറ്റ് ജ്യൂസാണ് നമുക്ക് വേണ്ടത്. രണ്ടാമത് പിഴിഞ്ഞെടുക്കുന്ന ജ്യൂസ് അല്ല നമുക്ക് ആവശ്യം. ഫസ്റ്റ് പിഴിഞ്ഞ് കിട്ടുന്ന ആ ഒരു ക്യാരറ്റ് ജ്യൂസാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ ഫിൽറ്റർ ചെയ്തിട്ട് അരിപ്പ് ഉപയോഗിച്ച് ഫിൽറ്റർ ചെയ്തിട്ട് മാറ്റിയിട്ടുള്ള ആ ഒരു ജ്യൂസാണ് ഇപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ജ്യൂസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു 4-in-1 സ്ക്രബ് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ അതിനുവേണ്ടി ഈ ഒരു ജ്യൂസിന് ആദ്യം നമുക്കൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ട് ഗ്യാസ് അങ്ങ് ഓൺ ചെയ്ത് മീഡിയം ഫ്ലെയിമിലിട്ട് അങ്ങ് കുറുക്കിയെടുക്കണം. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ അത്രയും നല്ലത് കേട്ടോ, നമുക്ക് അതിന് വിട്ട് കിട്ടും. സ്റ്റീൽ പാത്രം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പാത്രം വെക്കുന്ന സമയത്ത് അത് അതിലേക്ക് പിടിക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളത് നോക്കിയിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ഉണ്ടെങ്കിൽ എടുക്കാനായിട്ട് നോക്കുക. എന്നിട്ട് അതിന് ശേഷം നമ്മളിത് മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുറുക്കിയെടുക്കുക കേട്ടോ. ഈ ഒരു ജ്യൂസിന് ക്യാരറ്റ് ജ്യൂസിനെ ഒന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം അതൊന്ന് ചൂടാവുന്ന സമയത്ത് ക്യാരറ്റ് ഇങ്ങനെ പിരിഞ്ഞ് വരും കേട്ടോ. അപ്പോൾ ആരും ടെൻഷൻ അടിക്കേണ്ട, അതിങ്ങനെ കുറുകുന്ന സമയത്ത് അതെല്ലാം ഒന്ന് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഈ രീതിക്കാണ് നമ്മൾ ഈ ഒരു ജ്യൂസിനെ കുറുക്കിയെടുക്കേണ്ടത്. ആരും ഹൈ ഫ്ലെയിമിൽ ഇട്ട് വെക്കരുത്, മീഡിയം ഫ്ലെയിമിൽ ഇട്ട് വേണം കുറുക്കാനായിട്ട്. ഈ ഒരു പാക്ക് നമുക്ക് ഫ്രിഡ്ജിനകത്ത് വേണമെങ്കിൽ സ്റ്റോർ ചെയ്യാം, അതല്ലാതെ നമുക്ക് പുറത്തും ഉപയോഗിച്ച് വെക്കാം കേട്ടോ. പെട്ടെന്നൊന്നും ചീത്തയായി പോകില്ല. ഏകദേശം നമ്മൾ പുറത്തൊക്കെ വെക്കുകയാണെങ്കിൽ ഒരു 15 അല്ലെങ്കിൽ 1 മാസം വരെ നമുക്കിത് കേടുകൂടാതിരിക്കും. നമ്മൾ എത്രത്തോളം ഹൈജീനിക് ആയിട്ട് നോക്കുന്നു അത്രയും തന്നെ നമുക്കിത് ലാസ്റ്റ് ചെയ്ത് നിൽക്കും. അതല്ല നമുക്ക് ഫ്രിഡ്ജ് ഉണ്ടെങ്കിൽ ഫ്രിഡ്ജിനകത്ത് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്യാരറ്റ് ജ്യൂസ് നന്നായിട്ട് കുറുകി ചെറിയ രീതിക്ക് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 ആൾക്കാരെ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതിലത്തെ ഫസ്റ്റ് ആളെ ഞാനിവിടെ പരിചയപ്പെടുത്താം. അത് വേറെ ആരുമല്ല, നമ്മുടെ ഓട്സ് ആണ് താരം. അപ്പോൾ ഈ ഒരു ഓട്സ് ആണ് ഞാനിവിടെ ഒരു 15 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നത്. ഈ കാണുന്ന ടീസ്പൂണിൽ 15 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ജ്യൂസിൻ്റെ കുറുക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരളവാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഈ ഒരു അളവിൽ ഞാൻ ഓട്സ് ഇതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈവച്ച് മിക്സ് ആക്കാൻ കേട്ടോ. ഈ ഒരു ഓട്സ് നമ്മൾ ഡെയിലി നമ്മുടെ ഫേസിൽ ഉപയോഗിച്ച് വരുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം കണ്ട് ശരിക്കും നമ്മൾ അത്ഭുതപ്പെട്ട് പോകും കേട്ടോ. അത്രയും സൂപ്പർ റിസൾട്ടാണ് നമുക്ക് ഈ ഓട്സ് നമ്മുടെ സ്കിന്നിൽ തരുന്നത്. നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഡെഡ് സെൽസ് പോകാനായിട്ടും അതുപോലെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന കറുത്ത പാടുകൾ, മുഖക്കുരു വരാതിരിക്കാൻ, മുഖക്കുരു വന്നു പോയിട്ടുണ്ടാകുന്ന പാടുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളാണ് നമുക്ക് ഈ ഓട്സ് നമുക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഓട്സ് ആണ് നമ്മൾ ഈ ഒരു ക്യാരറ്റ് ജ്യൂസിനകത്തേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ, അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ഈ ഒരു ഓട്സിൻ്റെ ഈ ഒരു പാക്ക് അല്ലെങ്കിൽ ഒരു സ്ക്രബ് അത് ചെറിയ കുട്ടികൾക്ക് മുതൽക്കും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഇന്ന വയസ്സൊന്നുമില്ല, ചെറിയ കുട്ടികൾക്ക് മുതൽ നമുക്കിത് സ്റ്റാർട്ട് ചെയ്യാം. അത്രയും സൂപ്പർ റിസൾട്ടാണ്, ഞാൻ ഗ്യാരണ്ടി തരുകയാണ്. കാരണം ഞാനത് ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്, വെറുതെ ഒന്നും ഞാനൊന്നും പറയില്ല എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പോൾ നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ, തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഈ ഓട്സ് നമ്മൾ ഇതിനകത്തേക്ക് നന്നായിട്ട് മിക്സ് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിന് ശേഷം ഇതൊരു 2 അല്ലെങ്കിൽ 3 മണിക്കൂർ നേരത്തേക്ക് അങ്ങ് പുറത്ത് മീൻസ് നമ്മുടെ വീട്ടിനകത്ത് തന്നെ കേട്ടോ. പുറത്ത് പറഞ്ഞാൽ പുറത്ത് കൊണ്ട് വെയിലത്ത് വെക്കാനല്ല, വീട്ടിനകത്ത് തന്നെ നമുക്ക് ആ ഒരു വെയിൽ കൊള്ളുന്ന ഭാഗത്ത് നമ്മുടെ ഈ ഒരു കൂട്ട്, ഈ ഓട്സും ആ ക്യാരറ്റും കൂടി നമ്മൾ മിക്സ് ആക്കി വെച്ചിട്ടുള്ള ഈ ഒരു കൂട്ട് നമ്മളങ്ങ് തുറന്ന് വെക്കുക. അടച്ച് വയ്ക്കാം, കുറച്ച് കാറ്റുവട്ടം കിട്ടുന്ന പോലെ ഒരല്പം ഓപ്പൺ ചെയ്തിട്ട് വേണം നമ്മൾ അടയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ ഇതുപോലെ അങ്ങ് തുറന്ന് വെച്ചിട്ട് ആ വെയിൽ കൊള്ളുന്ന ഭാഗത്തേക്ക് നമുക്കൊരു 2-3 മണിക്കൂർ നേരത്തേക്ക് അങ്ങ് വെറുതെ അങ്ങ് വിടാം കേട്ടോ. ഇങ്ങനെ എന്തിനാണ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ക്യാരറ്റ് ജ്യൂസിൻ്റെ ഈർപ്പം എന്തായാലും ഓട്സിനകത്ത് ഉണ്ടാവും. അപ്പോൾ അത് നന്നായി ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എങ്കിൽ മാത്രമേ നമുക്കിത് 15 അതുപോലെ തന്നെ 30 ദിവസം വരെയൊക്കെ ഇത് കേടുകൂടാതെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നന്നായിട്ട് ഡ്രൈ ആവണം. ആ ഒരു ഈർപ്പുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഈ ഒരു പൗഡർ അങ്ങ് പൂത്തു പോകും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ഡ്രൈ ആക്കാൻ വേണ്ടിയിട്ട് 2-3 മണിക്കൂർ പുറത്ത് വെക്കാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ അത് കൂടിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്കിതിപ്പോൾ 2-3 മണിക്കൂർ കഴിഞ്ഞിട്ടും ആ ഒരു ഈർപ്പം പോയിട്ടില്ല, ഇപ്പോഴും ആ ഒരു നനവ് ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഇതൊരു 4-5 മണിക്കൂർ നേരത്തേക്ക് നമുക്കിതങ്ങ് വെറുതെ അങ്ങ് വിടാം. നന്നായി ഡ്രൈ ആയതിനു ശേഷം മാത്രം നിങ്ങളിതങ്ങ് എടുത്ത് പൊടിക്കാനായിട്ട് നോക്കുക. അപ്പോൾ പൊടിക്കണയ്ക്ക് മുന്നായിട്ട് നമുക്കിതിലേക്ക് റാഗി പൗഡർ ചേർത്ത് കൊടുക്കണം. റാഗി പൗഡർ ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ റാഗി പൗഡറും തന്നെ നമ്മുടെ സ്കിന്നിൽ ലൈറ്റൻ ചെയ്യാനായിട്ടും പാട് പോകാനായിട്ടും മുഖക്കുരു ഉണ്ടെങ്കിൽ ആ
മുഖക്കുരൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കിത് അടിപൊളിയായിരിക്കും ഈ ഒരു റാഗി പൗഡർ കേട്ടോ. അപ്പോൾ ഈ ഒരു റാഗി പൗഡർ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുകയാണ്. മിക്സ് ആക്കിയതിന് ശേഷം നമ്മളത് നനവില്ലാത്ത ഒരു മിക്സി ബൗൾ എടുത്തിട്ട് വേണം ഇതങ്ങ് പൊടിച്ചെടുക്കാനായിട്ട്. അപ്പോൾ മിക്സീൻ്റെ ബൗൾ ഒന്ന് വെയിലത്ത് കൊണ്ട് വെച്ച് ഒന്ന് ഉണക്കി കൊണ്ടുവരാം കേട്ടോ. ഒട്ടും തന്നെ നനവ് പാടില്ല. എന്നതിന് ശേഷം നമ്മൾ ഈ ഒരു പൗഡർ ഇതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് അങ്ങ് പൊടിച്ചെടുത്തിട്ട് വരികയാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്നും പൊടിയത്തില്ല, നമുക്ക് ചെറിയ രീതിക്ക് സ്ക്രബ് പോലെ തന്നെ ഇരിക്കത്തുള്ളൂ. സാധാരണയായിട്ട് നമുക്ക് ആഴ്ചയിൽ 1-2 തവണ മാത്രമേ സ്ക്രബ് ഉപയോഗിക്കാൻ പാടുള്ളൂ. അതിൽ കൂടുതൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഡാമേജ് ആവും കേട്ടോ. പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു സ്ക്രബ് ആ ഒരു പ്രശ്നം നമുക്ക് ഉണ്ടാക്കുന്നില്ല. നമുക്ക് ഡെയിലി യൂസ് ആക്കാം. ഞാൻ വീഡിയോയുടെ ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഈ ഒരു പൗഡർ ഡെയിലി യൂസ് ആക്കാം. നമുക്ക് ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കാം, ഫേസ് പാക്ക്, ഫേസ് മസാജിങ് ക്രീമായിട്ട്, അതുപോലെ തന്നെ നമുക്ക് സ്ക്രബായിട്ടൊക്കെ ഉപയോഗിക്കാൻ പറ്റുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പോൾ ഫേസ് വാഷ് ആയിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് വെള്ളം നോർമൽ നമ്മൾ ആ ഒരു പ്ലെയിൻ വാട്ടർ ഇതിനകത്തേക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേസിലൊന്ന് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് അങ്ങനെ അങ്ങ് വെറുതെ വിട്ടിട്ട് കഴുകി കൊണ്ടുവരാം. ഫേസ് പാക്ക് ആണെങ്കിൽ നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ഫേസിലേക്ക് സൂട്ടാവുന്ന വിധത്തിലുള്ള തൈരോ പാലോ റോസ് വാട്ടറോ എങ്ങനെയാണോ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ സെറ്റ് ആവുന്നത് ആ രീതിക്ക് അങ്ങ് എടുത്തതിന് ശേഷം നമുക്കിത് ഫേസ് പാക്ക് പോലെ നമ്മുടെ ഫേസിൽ ഒരു 20 മിനിറ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം നമുക്കിത് കഴുകി കളയാവുന്നതാണ്. ഇനി അതല്ല നമുക്കിതൊരു മസാജിങ് ക്രീമായിട്ടാണ് യൂസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പൗഡർ അല്പം എടുത്തിട്ട് അതിനകത്തേക്ക് നമുക്ക് ചൂടുവെള്ളം, നല്ല തിളപ്പിച്ച ചൂടുവെള്ളം ഇതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് അതങ്ങ് ഒരു ക്രീം പരുവത്തിലായിട്ട് നമുക്ക് കിട്ടും. ഇത് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫേസ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് നേരത്തേക്ക് മസാജ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്കിത് മസാജിങ് ക്രീമായിട്ടും മസാജിങ് ജെല്ലായിട്ടും യൂസ് ആക്കാൻ പറ്റും. ഈ ഒരു മസാജിങ് ജെൽ അല്ലെങ്കിൽ മസാജിങ് ക്രീം തയ്യാറാക്കുന്ന സമയത്ത് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്ന ചൂടുവെള്ളം ഒരല്പം തന്നെ കൂടുതലായിട്ട് അങ്ങ് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമ്മളിത് തിക്കായിട്ടല്ല ഉണ്ടാക്കിയെടുക്കേണ്ടത്, കുറച്ച് ലൂസ് കൺസിസ്റ്റൻസിയിൽ വേണം ചെയ്തെടുക്കാനായിട്ട്. നമ്മളിത് മസാജ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലൂസായിട്ട് ഇരിക്കാനായിട്ട് നോക്കണം കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇതിനകത്തേക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഓക്കെ ഗൈസ്, അപ്പം ഞാനിവിടെ ഒരു പാക്കാണ് ചെയ്ത് കാണിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നിന് ഏതാണോ സൂട്ട് ആവുന്നത്, റോസ് വാട്ടർ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് തൈര് ഉപയോഗിക്കാം, പാൽ ഉപയോഗിക്കാം, ഏതാണെങ്കിലും പ്രശ്നമില്ല. അപ്പോൾ ഞാനിവിടെ ഷംനൂസ് ഓർഗാനിക് ഹെർബൽ ബ്യൂട്ടിയുടെ റോസ് വാട്ടർ ഉപയോഗിച്ചിട്ടാണ് ഈ ഒരു പാക്ക് തയ്യാറാക്കി എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരു പാക്ക് നമുക്ക് 20-25 മിനിറ്റോളം നമ്മുടെ ഫേസിൽ വെച്ചതിന് ശേഷം നമുക്ക് കഴുകി കളയാവുന്നതാണ്. അതെല്ലാം നമുക്ക് ഡെയിലി ഇത് ഫേസ് വാഷ് പോലെ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ ഇതിനകത്തേക്ക് നോർമലായിട്ട് നമ്മൾ കുടിക്കുന്ന വെള്ളം ഇതിനകത്തേക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് കഴുകി വെച്ച് തന്നെ മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഒരു 5 മിനിറ്റ് നിൽക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അതല്ല നമുക്ക് പെട്ടെന്ന് തന്നെ വാഷ് ചെയ്ത് കളയണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് സോപ്പിന് പകരമായിട്ടും ഫേസ് വാഷിന് പകരമായിട്ടും നമുക്ക് ഈ ഒരു പൗഡർ ഉപയോഗിച്ചിട്ടും നമുക്ക് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാവുന്നതാണ്. ഗൈസ്, ഞാൻ ഈ പറഞ്ഞ 4 മെത്തേഡിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു രീതി ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ, കണ്ടിന്യൂസ് ആയിട്ട് ഫോളോ ചെയ്ത് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് 1 മന്തിനുള്ളിൽ റിസൾട്ട് മസ്റ്റായിട്ടും കിട്ടിയിരിക്കും കേട്ടോ. 10 ഡേയ്സിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫേസിൽ ഉണ്ടാകുന്ന മാറ്റം ഫീൽ ആയി തുടങ്ങും. പക്ഷേ എക്സാക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒരു നല്ലൊരു റിസൾട്ട് വേണമെന്നുണ്ടെങ്കിൽ 1 മന്ത് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ തീർച്ചയായിട്ടും ഗൈസ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്കുണ്ടായിട്ടുള്ള മാറ്റം താഴെ കമൻറ്റ് ബോക്സിൽ ആഡ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി ഒരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.